CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സഹകരണ സംഘത്തിലെ നിക്ഷേപകരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ സംഘം സെക്രട്ടറിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സൊസൈറ്റി ഇടപാടുകാരായ 3 വ്യക്തികളിൽ നിന്നാണ് 40 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ പ്രവാസി വോട്ടർമാരായുള്ളത് 602 പേർ. 94 ഗ്രാമപഞ്ചായത്തുകളിലായി 517 പേരും 12 നഗരസഭകളിലായി 85 പേരുമാണ് പ്രവാസി വോട്ടർമാരായി ഉള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ 1 പ്രവാസി വോട്ടറാണ് ഉള്ളത്. കോട്ടയ്ക്കൽ പുത്തൂരിലെ പെട്രോൾ പമ്പിൽ കാറിന് തീപിടിച്ചപ്പോൾ മനസാന്നിധ്യത്തോടെ ഫയർ എക്സ്റ്റിങ്ഷണർ ഉപയോഗിച്ച് തീയണച്ച് വൻ ദുരന്തം ഒഴിവാക്കിയ ബീഹാർ സ്വദേശികളായ ജീവനക്കാർക്ക് ആദരം. ഞായറാഴ്ച വൈകിട്ട് 3:30 മണിയോടെയാണ് സംഭവം. ജീവനക്കാരുടെ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത്. മണ്ണാർക്കാട് നഗരത്തിന്റെ വികസനത്തിന് പിന്നിൽ UDF ആണെന്നും വികസന നേട്ടങ്ങൾ ജനങ്ങൾ മറക്കരുതെന്നും MLA N ഷംസുദ്ദീൻ മണ്ണാർക്കാട് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 11ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി EV നൌഷാദ് ജനവിധി തേടും. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടെയാണ് താൻ മത്സരിക്കുന്നതെന്ന് നേരത്തെ പ്രഖ്യാപിച്ച നൌഷാദിന് ആപ്പിൾ ചിഹ്നമാണ് അനുവദിച്ചിട്ടുള്ളത്. അത് ഒന്നുകൂടി സമഗ്രമായി ഞങ്ങൾ 6 വാർഡുകളെ പറ്റി ഒന്നുകൂടി പഠിച്ചു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും തീരുമാനമെടുത്തു, ഏതാ ഒരു വാർഡ് ഈ ഒരു പ്രാവശ്യം കേന്ദ്രീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിനെ ഒരു മാതൃകാ വാർഡാക്കി മാറ്റി ഈ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു മാതൃകാ വാർഡാക്കി മാറ്റണം. അതിന് തിരഞ്ഞെടുത്ത വാർഡ് 11ാം വാർഡാണ്. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2 മുന്നണികളും മാറി മാറി വരുന്ന മരണവും എല്ലാ മുന്നണികളും തിരഞ്ഞെടുപ്പ് വരെ അവരുടെ എല്ലാ വാഗ്ദാനങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് വോട്ടുകൾ കയറിയിറങ്ങി വോട്ടുകൾ നേടി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ അത്രയും ആഴത്തിൽ പോയി അന്വേഷിച്ചതിൻ്റെ ശേഷമാണ് 11ാം വാർഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ തീരുമാനമെടുത്തു. 5 വാർഡിൽ നിന്നും തൽക്കാലം ഈ ഒരു പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന് എല്ലാവരും ഫുൾ ശ്രദ്ധ 11ാം വാർഡിൽ കേന്ദ്രീകരിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് പത്രിക സ്വീകരിച്ചു. എൻ്റെ പേരിൽ തന്നെയാണ് നൌഷാദ്. അങ്ങനെ നോമിനേഷൻ സ്വീകരിച്ച് പത്രിക നൽകിയതിന് ശേഷം ചിഹ്നം ഞങ്ങൾക്ക് അനുവദിച്ചു. ചിഹ്നം ആപ്പിൾ ചിഹ്നത്തിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. 11ാം വാർഡിൽ ആപ്പിളാണ് നമ്മുടെ ചിഹ്നം. നിങ്ങളുടെ ചിഹ്നം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. അതുവരെ ഇവിടെ പാർട്ടി ബേസിലായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത്. ഞാൻ ഈ പത്രിക കൊടുത്തതിന് ശേഷം എല്ലാ നേതാക്കളും, ഒരു രാഷ്ട്രീയ പാർട്ടിനെ എടുത്തു പറയുന്നില്ല, എല്ലാവരും എന്നെ വിളിച്ചു ബന്ധപ്പെട്ടു. നൌഷാദ് മാറണം, ഇത് ഞങ്ങളുടെ ഉറച്ച സീറ്റാണ്, ഇത് ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ സ്ഥലമാണ് നമ്മുടെ ചെർപ്പശ്ശേരി. ഇവിടെ ഒരു മാറ്റം വരണമെങ്കിൽ ഈ നിന്നവരെന്നെ വീണ്ടും അവരധികാരങ്ങൾ നടത്താൻ വേണ്ടി നിൽക്കുന്നതും മറ്റുള്ള പഠനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു നിൽക്കുന്നു 11ാം വാർഡിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നില്ല. അത് ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും പ്രലോഭിപ്പിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്താലും അപ്പോൾ എല്ലാവരും അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ പത്രിക നൽകി ആപ്പിൾ ചിഹ്നത്തിൽ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി. പ്രവർത്തകർ വീടാന്തരം കയറി ഇറങ്ങുന്നുണ്ട്. പല വാർത്താ മീഡിയ ഉപയോഗിച്ച് നമ്മൾ പ്രചരണം നടത്തി. നല്ല ഒരു സ്വീകാര്യത നമുക്ക് ലഭിച്ചിട്ടുണ്ട് പൊതുജനങ്ങളെ. ഏകദേശം 1113 വോട്ടർമാരുണ്ട് നമ്മുടെ 11ാം വാർഡിൽ. അതിൽ ഒരുപാട് അപാധകൾ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക്. കാരണം 100ഓളം പേരെ വോട്ട് ലിസ്റ്റിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 11 പദ്ധതികളും അദ്ദേഹം അവതരിപ്പിച്ചു. കാക്കാത്തോടിന് കുറുകെ ആധുനിക സൗകര്യങ്ങളുള്ള തൂക്കുപാലം, പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും നടപ്പാതയും മിനി പാർക്കും, കൂടാതെ മില്ല് റോഡ് നവീകരിക്കുക, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക, തെരുവിളക്കുകളും വാർഡിലെ പൊതുസ്ഥലങ്ങളിലെ വിളക്കുകളും സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നിവയും പദ്ധതികളിലുണ്ട്. വിദ്യാർത്ഥികൾക്കായി സൗജന്യ പുസ്തക പഠനോപകരണ വിതരണം നടത്തും. യുവതികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി PSC കോച്ചിംഗ് സൗകര്യം ഒരുക്കും. വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകി ശാക്തീകരണം ഉറപ്പാക്കും.
പൊതുജനാരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മാസത്തിലൊരിക്കൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും EV നൌഷാദ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ചേർന്ന് അന്വേഷിക്കുമ്പോൾ ഏകദേശം 100-ൽ പരം വോട്ടുകൾ 11-ാം വാർഡിൽ മിസ്സാണ്. ഒരു 30 വോട്ട് അവർ ആ വീട് മാറി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട് 30. പക്ഷേ 100-ൽ പരം എന്നാലും വോട്ടുകൾ ഈ 11-ാം വാർഡിൽ സ്ഥിരം താമസിക്കുന്ന ആളുകളെ വോട്ടുകളില്ല. ഇപ്പൊ നാട്ടിൽ മൊത്തം വോട്ട് കൊള്ളയാണല്ലോ, വോട്ട് ചോർച്ച, ഇത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടെയും ചെറു ഗ്രാമമായ നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട് എന്നുള്ള ഉദാഹരണമാണ് ഞങ്ങൾ പഠിച്ചതിന് ശേഷം കിട്ടിയത്. അത് ഞങ്ങൾ ഒന്നുകൂടി ആഴായിട്ട് നോക്കിയപ്പോൾ ഈ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ടോട്ടൽ ഒരു 45,000 വോട്ടർമാർ കൂടുതലുണ്ട്. അതിലും ഒരു 5,000-ൽ പരം വോട്ടുകൾ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ. അതും നമ്മൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ പത്രികയും കൊടുത്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അവരാരും പാർട്ടി ചിഹ്നങ്ങളിൽ മത്സരിക്കാൻ തയ്യാറായില്ല, ഒരാളും. കാരണം എന്താ? അതന്നെ ഞങ്ങളുടെ വിജയം, ഞങ്ങളുടെ പകുതി വിജയം അതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഔദ്യോഗിക പാർട്ടി ചിഹ്നങ്ങളിൽ 11-ാം വാർഡിൽ മത്സരിക്കുന്നില്ല. ആകെ ഒരു പാർട്ടി BJP താമര ചിഹ്നത്തിൽ. ബാക്കി എല്ലാവരും എൻ്റെ പോലെ സ്വതന്ത്രരാണ്. എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ് സ്ഥാനാർത്ഥികൾ. ഒരാളും എനിക്ക് എതിരല്ല. പക്ഷേ ചിലവർ എന്നോട് എന്തോ ദേഷ്യം രൂപത്തിൽ സംസാരിക്കുന്നു. കാണുമ്പോൾ മിണ്ടാത്ത കാരണം നല്ല ബന്ധമുള്ള ആളുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും അവരോട് ചിരിച്ച മുഖത്തോടെയാണ് അവരെ സ്വീകരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ബോർഡുകളും ബാനറുകളും നോക്കുമ്പോൾ തന്നെ നമുക്കറിയുന്നുണ്ട് ചില ഭാഗങ്ങളിലുള്ള കാരണം പ്രതികരണങ്ങൾ. ഇന്നലെ ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് ഒരു അനുഭവം ഉണ്ടായി. ഒരു ബോർഡ് ഫിക്സ് ചെയ്യാൻ വെച്ചപ്പോൾ അവിടെ അവരൊരു അനുഭാവി, ഒരു കണ്ണൂർ സ്റ്റൈലൊക്കെ നമ്മളൊരു പറയാമല്ലോ, കണ്ണൂർ അവിടെയാണ്, കോഴിക്കോട് ഇങ്ങനെയാണ്, തിരുവനന്തപുരത്ത് അങ്ങനെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഇവിടുന്നും അനുഭവപ്പെടുകയാണ്. പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്നാൽ അവരത്ര ഒരു ആർജവല്ല അവരെ പാർട്ടി ചിഹ്നങ്ങളിൽ മത്സരിക്കാൻ. ഒരു പാർട്ടിയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല ഈ ചെർപ്പശ്ശേരി വാർഡിൽ. പിന്നെ അതേപോലെ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഈ വാർഡിൽ നിൽക്കുന്ന ചിഹ്നമല്ല, നേരെ ഓപ്പോസിറ്റ് വാർഡിൽ അത് എതിർ പാർട്ടിയാണ് കിട്ടുന്നത്. എക്സാമ്പിൾ ഒരു കൊട ഇവിടെ ഒരു പാർട്ടിക്ക് കിട്ടിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എതിർ പാർട്ടിക്കാണ് ആ കൊട തൊട്ട ഓപ്പോസിറ്റ് വാർഡിലുള്ള പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ തന്നെ നമ്മുടെ പകുതി വിജയം എനിക്ക് കഴിഞ്ഞു. ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞങ്ങൾ വലിയൊരു വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ഈ 11-ാം വാർഡിൽ പുതിയൊരു നേതൃത്വം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് നഗരത്തിന്റെ വികസനത്തിന് പിന്നിൽ UDF ആണെന്നും വികസന നേട്ടങ്ങൾ ജനങ്ങൾ മറക്കരുതെന്നും MLA N ഷംസുദ്ദീൻ പറഞ്ഞു. മണ്ണാർക്കാട് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ നടന്ന വികസനങ്ങൾക്കൊക്കെ പിന്നിൽ ഞങ്ങളല്ലേ പ്രവർത്തിച്ചത്? ഞങ്ങൾ ആ അനുഭവം വെച്ചുകൊണ്ടാണ്, ആ വികസനം നടത്തിയ പാരമ്പര്യം വെച്ചുകൊണ്ടാണ് ഇത്തവണയും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. മണ്ണാർക്കാടിന്റെ സമീപകാല ചരിത്രം എന്താണ്? ആ ചരിത്രത്തിന് മാറ്റം വരുന്നത് എവിടെയാണ്? കുന്തിപ്പുഴയിൽ ഒരു കുപ്പിക്കഴുത്ത് പോലുള്ള പാലം, നൊട്ടമലയിലെ വളവിലെ പ്രശ്നങ്ങളുമായിട്ട് മണ്ണാർക്കാട് നഗരം കേരളത്തിന് തന്നെ ഒരു കുപ്രസിദ്ധിയാർജിച്ച ഈ ഗതാഗതക്കുരുക്കിന്റെ കാര്യത്തിൽ ഒരു നഗരമായി മാറി. മണ്ണാർക്കാട്ടിൽ കൂടിയുള്ള ട്രാഫിക് അതിഭയങ്കരമാണ്, ഭയങ്കര പ്രശ്നമാണ് മണ്ണാർക്കാടൊക്കെ പാസ് ചെയ്യാൻ എന്ന സ്ഥിതിയായിരുന്നില്ലേ? കുന്തിപ്പുഴയിൽ പാലമുണ്ടാക്കി MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് നൊട്ടമലയിലെ വളവ് നിവർത്താൻ നിങ്ങൾ സാങ്കേതികമായിട്ട് പറയുന്നത് കോങ്ങാട് മണ്ഡലത്തിലല്ലേ? പക്ഷെ അതിനുവേണ്ടി അന്നത്തെ മോർത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി PC ജോഷിയെ പോയി കണ്ടതും ആദ്യം നിവേദനം കൊടുത്തതും നടപടി എടുപ്പിച്ചതും ഞങ്ങളാണ്. കാരണം അതിന്റെ ദുരനുഭവം അനുഭവിക്കുന്നത് മണ്ണാർക്കാട് ടൗൺ ആയിരുന്നു. അതോടുകൂടിയല്ലേ പിന്നെ മണ്ണാർക്കാട് ടൗണിലെ റോഡ് വികസനം. ഇത് രണ്ടും 11, 16, 17 വർഷത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ പൂർത്തിയാക്കി. അതോടുകൂടിയാണ് ഈ ടൗൺ വികസിച്ചത്. കുന്തിപ്പുഴയിലെ പാലം നിർമ്മാണം, നൊട്ടമല വളവ് നവീകരണം, ബൈപ്പാസ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് നഗരത്തിന്റെ വികസനത്തിന് വഴിയൊരുക്കിയത്. ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ കാര്യം തെരഞ്ഞെടുപ്പാണ്, വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ കാര്യം ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയ ഉണ്ടായിരുന്ന കുന്തിപ്പുഴയിലെ വെള്ളം യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇല്ലാതെയാണ് നമ്മൾ അന്നത്തെ കാലത്ത് അത്രേ കഴിയുള്ളൂ വിതരണം ചെയ്തിരുന്നത്. അന്നത്തെ UDF ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ കൊണ്ടുവന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിങ്ങൾ കുന്തിപ്പുഴയിൽ പോയി നോക്കും. ചോമ്പേരയിലെ നീല പെയിന്റ് അടിച്ചൊരു കെട്ടിടം,
8 കോടി രൂപക്ക് കുന്തിപ്പുഴയിൽ നിന്നെടുക്കുന്ന വെള്ളം ട്രീറ്റ് ചെയ്ത് ഇവിടെ നിലവിൽ വിതരണം ചെയ്യാൻ അന്നുണ്ടായിരുന്ന പദ്ധതി മണ്ണാർക്കാട് തെങ്കര സമഗ്ര കുടിവെള്ള പദ്ധതിയായിരുന്നു. അത് പ്രകാരം ശിവൻകുന്നത്ത് ഒരു പുതിയ ടാങ്ക്, ചോദിക്കുന്നവർക്കൊക്കെ പുതിയ കണക്ഷൻ പദ്ധതിയായി. പക്ഷെ അപ്പോഴാണ് പിന്നെ എല്ലാ ജല വിതരണ പദ്ധതികളും ജൽജീവനിലേക്കും മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ അമൃതിലേക്കും മാറിയത്. അപ്പൊ അതിനനുസരിച്ച് തെങ്കര ഇതിൽ നിന്ന് ഒഴിവാക്കി. തെങ്കര കാഞ്ഞിരപ്പുഴ വേറെയായി. മുനിസിപ്പാലിറ്റിക്ക് മാത്രമായ പദ്ധതി. മുനിസിപ്പാലിറ്റിക്ക് മാത്രമായ പദ്ധതി വന്നപ്പോ ഇപ്പൊ ശിവൻകുന്നിലെ ടാങ്കിന്റെ പണി പൂർത്തിയായി. പുതിയ കണക്ഷൻ കൊടുക്കാൻ പോകുന്ന 1500 പുതിയ കണക്ഷൻ അമൃത് പദ്ധതിയിലൂടെ മുനിസിപ്പാലിറ്റിയിൽ കിട്ടും. ഈ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി വികസനം പറയാൻ ഏറ്റവും കൂടുതൽ അവകാശം UDF-നാണെന്നും എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിച്ചു. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി. ഈ ഗവൺമെന്റിന്റെ ജനദ്രോഹ നയത്തിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പരീക്ഷിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാകും എന്നുള്ളതിന്റെ ചൂണ്ടുപലകയായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറും. ഇപ്പോ ഇന്ന് ചാനലിൽ വരുന്ന വാർത്ത, ഒരു സബ് ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തിട്ടു. അദ്ദേഹത്തിന്റെ 32 പേജുള്ള ആത്മഹത്യാ കുറിപ്പ് കിട്ടി എന്ന് പറഞ്ഞ് എന്നെ ചാനലിൽ വിളിക്കുകയാണ്. ആ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്റെ വഴിവിട്ട നടപടികളും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭീഷണി കൊണ്ടാണ് ഈ മരണം, ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നുള്ള മൊഴി അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനം എഴുതിയ കത്ത് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഈ രാജ്യത്ത് നിയമ സംവിധാനം, നമ്മുടെ സംസ്ഥാനത്ത് നിയമ സംവിധാനം നടപ്പിലാക്കേണ്ടവര്, നിയമപാലകര്, അവരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ഈ തരത്തിൽ വലിയ കടുത്ത ചെയ്തികൾ ചെയ്ത് ഈ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായിരിക്കും. ഇത് ആദ്യത്തെ സംഭവമല്ല. മുസ്ലിം ലീഗ് നേതാവ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ആലിപ്പറമ്പ് കിഴക്കുമുറി നെച്ചിയിൽ പാടത്ത് പണിയെടുത്തിരുന്ന തൊഴിലാളികൾക്ക് നേരെ കടന്നലിന്റെ ആക്രമണം. നിരവധി പേർക്ക് കുത്തേറ്റു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. കണക്കഞ്ചേരി അബ്ദുപ്പു, കണക്കഞ്ചേരി രാജൻ എന്നിവർക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. മുഖത്തും ചെവിയിലും കൈകളിലുമാണ് ഇരുവർക്കും കുത്തേറ്റത്. ഇരുവരെയും ആദ്യം പള്ളിക്കുന്ന് PHCയിലും തുടർന്ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സമീപത്തെ പാടങ്ങളിൽ പണിയെടുക്കുകയായിരുന്ന പിലാക്കൽ കുഞ്ചിര, അമ്പലത്ത് വാരിജാക്ഷൻ A കൃഷ്ണകുമാർ, കാമ്പുറത്ത് മുഹമ്മദ് T ഹസൻ എന്നിവർക്കും കടന്നൽ കുത്തേറ്റു. കടന്നലിന്റെ ആക്രമണം ഉണ്ടായ ഉടനെ ചിലർ സമീപത്തെ വെള്ളത്തിൽ ചാടിയതിനാൽ കൂടുതൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. CCN ചത്തല്ലൂർ. വെള്ളിനേഴി കാന്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി നന്ദഗോവിന്ദ ഭജൻസ് അവതരിപ്പിച്ച സാന്ദ്രാനന്ദലയം ഭജന ഭക്തജനങ്ങൾക്ക് ആനന്ദലഹരി പകർന്നു. ശബ്ദസൗകുമാര്യവും താളലയവും ഒത്തുചേർന്ന ഭജന ക്ഷേത്രാങ്കണത്തിൽ ഭക്തിയുടെ അലകൾ തീർത്തു. എനകാളും ആണ്ടവനേ മുனைப்பாட அருள்வாயையா, முனைப்பாட அருள்வாயையா, முனைப்பாட அருள்வாயையா, முனைப்பாட அருள்வாயையா. முருகா 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 அழகான பழனி மலை ஆண்டவா. ശനിയാഴ്ച രാത്രി നടന്ന ഭജനയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. നടുവിലത്താണി
ദാഹമെന്നതും പരിക്കാമെന്നമ്മ വഴിയക്കായി എത്തിക്കാമെന്നച്ഛൻ ദാഹമെന്നതും പരിക്കാമെന്നമ്മ ഉണരൂന്നീര് നാടൊരു പാടിപ്പോ ഉണരി തന്നമ്മ ഉണർന്നു തന്നച്ഛൻ ശ്രീമഹാദേവൻ തന്റെ ക്ഷേത്രോത്സവം തിങ്കളാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കും. രാവിലെ താന്ത്രിക ചടങ്ങുകളോടുകൂടി നടക്കുന്ന ചടങ്ങുകൾക്ക് തന്ത്രി അണ്ടലാടി മന ഉണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് നഗരസഭയിൽ സേവ് മണ്ണാർക്കാടിന്റെ വോട്ടുവണ്ടി പ്രയാണം നടത്തും. സ്ഥാനാർത്ഥികളെ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. മണ്ണാർക്കാട്ടെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി കഴിഞ്ഞ 10 കൊല്ലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സേവ് മണ്ണാർക്കാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആഗതമായ ഈ സമയത്ത് ഏറ്റവും പൊതുസമൂഹത്തിന് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഏറ്റവും കർമ്മനിരതരായി പ്രവർത്തിക്കുന്ന നമ്മുടെ മേഖലയാണ് തദ്ദേശ സ്വയംഭരണ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും സാധാരണക്കാരൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുന്ന വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ്. ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് സേവ് മണ്ണാർക്കാട് മനസ്സിലാക്കിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2020 ഞങ്ങൾ നടത്തിയതുപോലെ വോട്ടും പറച്ചിലുമായി വോട്ട് വണ്ടി എന്ന ഒരാശയവുമായി സേവ് മണ്ണാർക്കാട് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. നാളെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഒരാഴ്ചക്കാലം മണ്ണാർക്കാടിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ 30 വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് സേവ് മണ്ണാർക്കാടിൻ്റെ വോട്ട് വണ്ടി പര്യടനം നടത്തും. അവിടെ നമ്മൾ ഒരുക്കുന്ന വേദികളിൽ ആ പ്രദേശത്തുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവിടെ വന്ന് അവരുടെ വികസന കാഴ്ചപ്പാടുകൾ, എന്തിനുകൊണ്ട് അവർ മത്സരിക്കുന്നു, എന്താണ് അവരുടെ മനസ്സിലുള്ള ആ വാർഡിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ അവർക്കൊരു വേദി ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയ വോട്ട് വണ്ടിയിലൂടെ അന്ന് മത്സരിച്ച പല സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ച പദ്ധതികൾ ഏകദേശം 70% അവർ പ്രാവർത്തികമാക്കി എന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വോട്ട് വണ്ടിയുമായി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നാടിന്റെ വികസനത്തിൽ ഏറെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന്, വോട്ട് വണ്ടി ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല പ്രദേശത്തു നിന്നുള്ള ആളുകളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒക്കെ വോട്ട് വണ്ടി എന്നാണ് ഞങ്ങളുടെ പ്രദേശത്ത് എത്തുക എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് നഗരസഭയിലെ 30 വാർഡുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ജനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കാനായി സേവ് മണ്ണാർക്കാടിന്റെ പ്രത്യേക പ്രചാരണ പരിപാടിയായ വോട്ടു പറച്ചിലുമായി വോട്ടുവണ്ടി പ്രയാണം നടത്തും. ഈ നൂതന പ്രചാരണ രീതിയിലൂടെ സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ മത്സര ലക്ഷ്യവും കാഴ്ചപ്പാടുകളും ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ അവസരം ലഭിക്കുമെന്ന് സേവ് മണ്ണാർക്കാട് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണാർക്കാട് നഗരസഭയിലെ എല്ലാ വാർഡുകളിലും വോട്ടുവണ്ടി എത്തിച്ചേരും. ഓരോ വാർഡിലെയും പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾ പൊതുജനങ്ങളുമായി സംവദിക്കും. നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സേവ് മണ്ണാർക്കാട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ടകളും സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളും പരിപാടിയിൽ അവതരിപ്പിക്കും. CCN മണ്ണാർക്കാട്. കോട്ടയ്ക്കൽ പുത്തൂരിലെ പെട്രോൾ പമ്പിൽ കാറിന് തീ പിടിച്ചപ്പോൾ മനസാന്നിധ്യത്തോടെ ഫയർ എക്സ്റ്റിങ്ഷണർ ഉപയോഗിച്ച് തീയണച്ച് വൻ ദുരന്തം ഒഴിവാക്കിയ ബീഹാർ സ്വദേശികളായ ജീവനക്കാർക്ക് ആദരം. ഞായറാഴ്ച വൈകിട്ട് 3:30 മണിയോടെയാണ് സംഭവം. ജീവനക്കാരുടെ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത്. പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന കാറിന്റെ മുൻഭാഗത്ത് തീ പടരുന്നത് പമ്പ് ജീവനക്കാർ ശ്രദ്ധിക്കുകയായിരുന്നു. 3 കുട്ടികൾ ഉൾപ്പെടെ 5 അംഗ കുടുംബമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തീ പടരുന്നത് കണ്ട ഉടൻ ജീവനക്കാരായ അനിൽ പൂർവിയ, ബബ്ലു, അലോക് എന്നിവർ ഓടിയെത്തി. തുടർന്ന് നിമിഷ നേരം കൊണ്ട് ഫയർ എക്സ്റ്റിങ്ഷണർ പ്രവർത്തിപ്പിച്ച് തീ അണച്ചു.
അതിനുശേഷം വാഹനം സുരക്ഷിതമായ സ്ഥലത്തേക്ക് തള്ളിമാറ്റുകയും ചെയ്തു. ജീവനക്കാരുടെ കൃത്യമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. ബീഹാർ സംസ്തിപൂർ ജില്ലയിലെ ഖാൻപൂർ സ്വദേശികളാണ് ഈ 3 ജീവനക്കാരും. ഇവരെ മലപ്പുറം അഗ്നിരക്ഷാ സേന പിന്നീട് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജീവനക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായ പരിശീലനം നൽകുന്നുണ്ടെന്ന് കിംസ് പെട്രോളിയം മാനേജർ ഹരിദാസ് അറിയിച്ചു. ഈ സ്ഥാപനത്തിൽ ഇവരെ കൂടാതെ ബീഹാർ സ്വദേശികളായ 6 പേർ കൂടി ജോലി ചെയ്യുന്നുണ്ട്. CCN മലപ്പുറം. സഹകരണ സംഘത്തിലെ നിക്ഷേപകരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ സംഘം സെക്രട്ടറിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സൊസൈറ്റി ഇടപാടുകാരായ 3 വ്യക്തികളിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. മണ്ണാർക്കാട് സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി സെക്രട്ടറി കാരാകുർശി പുല്ലിശ്ശേരി പള്ളിയപ്പത്ത് സജിത്താണ് അറസ്റ്റിലായത്. സൊസൈറ്റി ഇടപാടുകാരായ 3 വ്യക്തികളിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. സ്ഥിര നിക്ഷേപ തുകകൾ കാലാവധി പൂർത്തിയായിട്ടും തിരികെ നൽകിയില്ല. നിയമപരമായി ലഭിക്കേണ്ട പലിശയും നൽകിയില്ല. സ്ഥിര നിക്ഷേപത്തിന്റെ പകർപ്പ് വെച്ച് വ്യാജ ഒപ്പിട്ട് ലക്ഷങ്ങൾ അതേ സൊസൈറ്റിയിൽ നിന്നു തന്നെ വായ്പയെടുത്തുമാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ് കണ്ടെത്തൽ. സഹകരണ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരാതി പ്രകാരം സൊസൈറ്റിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CCN മണ്ണാർക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ പ്രവാസി വോട്ടർമാരായുള്ളത് 602 പേർ. 94 ഗ്രാമപഞ്ചായത്തുകളിലായി 517 പേരും 12 നഗരസഭകളിലായി 85 പേരുമാണ് പ്രവാസി വോട്ടർമാരായി ഉള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ 1 പ്രവാസി വോട്ടറാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത് ആദവനാട് ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ 41 പ്രവാസി വോട്ടർമാരുണ്ട്. പ്രവാസി വോട്ടർമാർ ഇല്ലാത്ത 17 പഞ്ചായത്തുകളും ജില്ലയിലുണ്ട്. വാഴയൂർ, വണ്ടൂർ, പാണ്ടിക്കാട്, ചോക്കാട്, തുവ്വൂർ, ഊർങ്ങാട്ടിരി, കീഴുപറമ്പ്, കുഴിമണ്ണ, പുൽപ്പറ്റ, പൊന്മള, പുഴക്കാട്ടിരി, അബ്ദുറഹ്മാൻ നഗർ, തെന്നല, നന്നമ്പ്ര, പെരുവള്ളൂർ, മംഗലം, വട്ടക്കുളം എന്നീ പഞ്ചായത്തുകളിലാണ് പ്രവാസി വോട്ടർമാരില്ലാത്തത്. 1 പ്രവാസി വോട്ടർമാരുള്ള 17 പഞ്ചായത്തുകളും ജില്ലയിലുണ്ട്. പോത്തുകൽ, എടക്കര, ചുങ്കത്തറ, ചെറുകാവ്, മുതുവല്ലൂർ, ചേലേമ്പ്ര, അമരമ്പലം, ചീക്കോട്, മൊറയൂർ, പൂക്കോട്ടൂർ, ആലിപ്പറമ്പ്, കൂട്ടിലങ്ങാടി, മൂർക്കനാട്, നിറമരുതൂർ, ഊരകം, എടരിക്കോട്, കാലടി പഞ്ചായത്തുകളിലാണ് 1 പ്രവാസി വോട്ടറുള്ളത്. ജില്ലയിൽ പ്രവാസി വോട്ടർമാരിൽ 2ാമത് മാറാക്കര പഞ്ചായത്തും 3ാമത് എടയൂർ പഞ്ചായത്തുമാണ്. നഗരസഭകളിൽ ജില്ലയിൽ കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത് കോട്ടയ്ക്കൽ നഗരസഭയിലാണ്. 38 പ്രവാസി വോട്ടർമാരാണ് ഇവിടെയുള്ളത്. മലപ്പുറം നഗരസഭയിൽ 12ഉം വളാഞ്ചേരി നഗരസഭയിൽ 11ഉം പ്രവാസി വോട്ടർമാരുണ്ട്. മഞ്ചേരി, കൊണ്ടോട്ടി നഗരസഭകളിൽ പ്രവാസി വോട്ടർമാരില്ല. പെരിന്തൽമണ്ണ നഗരസഭയിൽ 1 പ്രവാസി വോട്ടറാണുള്ളത്. CCN മലപ്പുറം. ആലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ അഖണ്ഡനാമ ജപയജ്ഞവും അഖണ്ഡ പുഷ്പാഞ്ജലിയും നടന്നു. ശനിയാഴ്ച ഉദയം മുതൽ ഞായർ ഉദയം വരെ നടത്തിയ യജ്ഞത്തിൽ നിരവധി അയ്യപ്പ ഭക്തർ പങ്കാളികളായി. വർഷം തോറും നടത്തിവരാറുള്ള അഖണ്ഡനാമ യജ്ഞമാണ് ഈ വർഷവും നടന്നത്. ശനിയാഴ്ച ഉദയം മുതൽ ഞായർ ഉദയം വരെ നടത്തിയ യജ്ഞത്തിൽ നിരവധി അയ്യപ്പ ഭക്തരും പങ്കാളികളായി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സഹകരണ സംഘത്തിലെ നിക്ഷേപകരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ സംഘം സെക്രട്ടറിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സൊസൈറ്റി ഇടപാടുകാരായ 3 വ്യക്തികളിൽ നിന്നാണ് 40 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ പ്രവാസി വോട്ടർമാരായുള്ളത് 602 പേർ. 94 ഗ്രാമപഞ്ചായത്തുകളിലായി 517 പേരും 12 നഗരസഭകളിലായി 85 പേരുമാണ് പ്രവാസി വോട്ടർമാരായുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ 1 പ്രവാസി വോട്ടറാണ് ഉള്ളത്. കോട്ടയ്ക്കൽ പുത്തൂരിലെ പെട്രോൾ പമ്പിൽ കാറിന് തീപിടിച്ചപ്പോൾ മനസാന്നിധ്യത്തോടെ ഫയർ എക്സ്റ്റിങ്ഷണർ ഉപയോഗിച്ച് തീയണച്ച് വൻ ദുരന്തം ഒഴിവാക്കിയ ബീഹാർ സ്വദേശികളായ ജീവനക്കാർക്ക് ആദരം. ഞായറാഴ്ച വൈകിട്ട് 3:30 മണിയോടെയാണ് സംഭവം. ജീവനക്കാരുടെ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത്. മണ്ണാർക്കാട് നഗരത്തിന്റെ വികസനത്തിന് പിന്നിൽ UDF ആണെന്നും വികസന നേട്ടങ്ങൾ ജനങ്ങൾ മറക്കരുതെന്നും MLA N ഷംസുദ്ദീൻ മണ്ണാർക്കാട് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.